ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തുടക്കക്കാരായിട്ടുള്ള എക്സൽ ഉപഭോക്താക്കൾക്ക് എങ്ങനെയാണ് എക്സൽ ഉപയോഗിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നും വളരെ സിമ്പിളായിട്ട് എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ട്യൂട്ടോറിയലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് തുടക്കം മുതൽ എക്സൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, എക്സലിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിലെ അക്കൗണ്ടിങ് സെഷൻസ് നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ വിൻഡോസ് മെനുവിൽ നിന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് മെനുവിൻ്റെ ഓൾ പ്രോഗ്രാംസിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നിന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ നമുക്ക് ലഭിക്കും. ആദ്യമായി നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുമ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ എന്തെങ്കിലും ചെയ്ത് നമ്മൾക്ക് തിരിച്ചു പോരാനുള്ള വഴിയാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇതാണ് ക്ലോസ് ബട്ടൺ. ഇത് നമുക്ക് മിനിമൈസും മാക്സിമൈസും ചെയ്യാനുള്ളതല്ല, വിൻഡോ നമുക്ക് ചെറുതായും വലുതായും കാണാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. പിന്നീട് ഇത് മിനിമൈസ് ചെയ്യാനും പിന്നെ താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാക്സിമൈസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ നമുക്കിതിനകത്ത് ഇത് ഓഫീസ് ബട്ടൺ എന്ന് പറയുന്ന ബട്ടണാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ. ഈ ഓഫീസ് ബട്ടണിലാണ് 2007 വേർഡ് ആവട്ടെ എക്സൽ ആവട്ടെ എല്ലാ വിൻഡോകളും മാനേജ് ചെയ്യാനുള്ള ന്യൂ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാനാവട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനാവട്ടെ അല്ലെങ്കിൽ സേവ് ചെയ്യാനാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലൊക്കേഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്ന കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ പ്രിൻ്റ് ആവട്ടെ, ഇത് ഏത് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനും മൈക്രോസോഫ്റ്റ് എക്സലിൽ ഓഫീസ് ബട്ടൺ നമുക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് 2003 നിന്ന് വലിയൊരു മാറ്റമാണ് ശരിക്കും 2007 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഓഫീസ് ബട്ടൺ വന്നു എന്നുള്ളത് തന്നെ. അതൊരിക്കലും ഞാൻ ഈ പറയുന്ന സമയത്ത് 2007 അല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയത്. പക്ഷേ ആൾമോസ്റ്റ് ഒരു എക്സൽ ഉപഭോക്താവിന് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ 2007 ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഓഫീസുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ 2007 എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഓരോ വെർഷൻസിലും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും നല്ലത് പുതിയ വെർഷൻ ആണെങ്കിൽ കൂടി എക്സലിനെ കുറിച്ച് ഒരു ബേസിക് നോളേജ് തരിക എന്നുള്ളതിന് 2007 എത്രയോ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കുമ്പോൾ പുതിയ വെർഷൻ കൂടി പരിചയപ്പെടാം. ഏതായിരുന്നാലും എക്സൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡാറ്റ ബേസാണ്. അതായത് നമ്മൾ ഇതിൽ കാണുന്ന ഓരോ സെല്ല്, ഞാൻ ഈ ക്ലിക്ക് ചെയ്യുന്നപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് സെല്ലെന്ന് പറയുന്നത്. ഓരോ സെല്ലിനും നമുക്ക് ഓരോ അഡ്രസ്സുകളാണ് മൈക്രോസോഫ്റ്റ് എക്സൽ നമുക്ക് തരുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്ത ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഈ കറുത്ത ഇങ്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ സെൽ റെഫറൻസ് അല്ലെങ്കിൽ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത് F8 എന്നാണ്. അത് ഇവിടെ സെൽ റെഫറൻസിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഭാഗത്ത് അതായത് നമ്മുടെ ഈ കോളവും ഈ റോയും ഇതിനെ മൈക്രോസോഫ്റ്റ് എക്സലിലെ കോളം എന്ന് വിളിക്കുമ്പോൾ ഇതിനെ മൈക്രോസോഫ്റ്റ് എക്സലിലെ റോ എന്ന് വിളിക്കും. അതായത്
ഈ കോളവും റോയും തമ്മിൽ ക്ലാഷ് വരുന്ന, അതല്ലെങ്കിൽ രണ്ടും സന്ധിക്കുന്ന ഭാഗത്തെ നമുക്ക് സെൽ എന്ന് വിളിക്കാം. ഒരു സെൽ എന്ന് പറയുന്നത് കോളവും റോയും തമ്മിൽ ഏത് സെല്ലിലാണോ തമ്മിൽ ഒരുമിച്ച് കൂടുന്നത് അതിനെയാണ് സെൽ എന്ന് വിളിക്കുന്നത്. അത് ഒരു ടേബിൾ എടുത്താലും നമുക്ക് ബേസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ A1 എന്നുള്ള കോളം ഇതാണ്, എന്നാൽ A2 എന്നുള്ള കോളം ഇതോ അല്ല, മറിച്ച് A2 എന്നുള്ളത്. കാരണം എയും 2യും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ വെക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ 11 എന്നുള്ള അക്കം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇവിടെ O എന്നുള്ളതും ഹൈലൈറ്റ് ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അറിയാനായിട്ട് ഈ സെൽ റെഫറൻസ് കോളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ H11 ആണ്, അഥവാ H11 ഈ സെല്ലിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ഈ സെൽ റെഫറൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്ത വാല്യൂവിനെ മൾട്ടിപ്പിൾ ചെയ്യലാവട്ടെ, അതിനെ ആഡ് ചെയ്യലാകട്ടെ, സബ്സ്ക്രിപ്ഷൻ ആകട്ടെ, ഏത് ഫങ്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇത് കൂട്ടാനോ കുറക്കാനോ ഹരിക്കാനോ ഗുണിക്കാനോ എന്ത് ഫങ്ഷനാണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇതിനകത്ത് എക്സൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ സെൽ റെഫറൻസ് വെച്ചുകൊണ്ടാണ്. ഏത് സെൽ നമ്മൾ എന്ത് രീതിയിൽ മോഡിഫൈ ചെയ്യണം, അതിന് എന്തെല്ലാം നമ്മൾ അതിനെ കൊണ്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കണം, അത് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഈ സെല്ലിലെ റെഫറൻസ് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ എക്സെല്ലിൽ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യം സെല്ലിൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ അഡ്രസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്കറിയാം, ഇത് നമ്മളിവിടെ നിന്ന് മായ്ച്ചു കളയും. നമുക്കറിയാം ഇതിന് ഓരോ ടാബുകളുണ്ട്. ഹോം ടാബ്, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റാസ്, റിവ്യൂ, വ്യൂ, ഡെവലപ്പർ, ഇങ്ങനെ ഒരുപാട് ടാബുകളാണ് എക്സലിനകത്തുള്ളത്. ഇതിനകത്ത് ഏറ്റവും ആദ്യമായി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുള്ളത് ഹോം ടാബാണ്. നമുക്കറിയാം മറ്റുള്ള മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ നമ്മൾ പ്രോഗ്രാംസൊക്കെ ഉപയോഗിക്കുമ്പോൾ വേർഡ് ആയാലും മറ്റുള്ള പവർ പോയിൻ്റ് ഒക്കെ ആണെങ്കിലും അതിനകത്ത് ഓരോ ടാബും വരുന്നത് ആ പ്രോഗ്രാമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടാബുകളാണ്. ഇതിനകത്തും ഇതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഹോം ടാബിനകത്ത് പേസ്റ്റ്, കട്ട്, കോപ്പി, ഫോർമാറ്റ്, പെയിൻറ്റർ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എന്തായാലും ആവശ്യം വരുന്ന ഒരു അത്യാവശ്യ കാര്യങ്ങളായിട്ടുള്ള ബട്ടൺസാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നെയിം, ഒരാളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു, ഇവിടെ അയാളുടെ ഏജ് ടൈപ്പ് ചെയ്യുന്നു, പിന്നീട് അയാളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു എന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ അനു, 25 ഏജ്, നല്ല നമ്പർ, something. I am not putting correct because phone number വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിതിവിടെ ഫോർ എക്സാമ്പിൾ ടൈപ്പ് ചെയ്ത് വെക്കുന്നു. ഇനി നെക്സ്റ്റ് ആളുടേത് നമ്മളിവിടെ മനു ടൈപ്പ് ചെയ്യുന്നു, 30 year old. നെക്സ്റ്റ് നമ്മൾ അയാളുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ആദ്യമായിട്ട് നമ്മൾ ഏതൊരു സെല്ലിലാണോ ടൈപ്പ് ചെയ്യേണ്ടത് ആഗ്രഹിക്കുന്നത് ആ സെല്ലിൽ ആദ്യമേ നമ്മൾ വെക്കുന്നു. അത് കഴ്സർ അവിടെ നമ്മൾ മൗസ് പോയിൻ്റ് അവിടെ വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് 1 ക്ലിക്ക്. ആ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യേണ്ട വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് അവിടെ എഴുതി ചേർക്കാൻ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇനി അയാളുടെ ഫാദർ നെയിം നമ്മൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമുക്ക് വേറൊരു സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ ഈ സെല്ല് ആക്റ്റീവായി അതിനകത്തുള്ള
ഡാറ്റ അതിലേക്ക് ഫീഡായി കഴിഞ്ഞു. ഇനി അതിന് താഴെ നമ്മൾ അനുവിൻ്റെ ഫാദർ നെയിം എഴുതാം, രാമൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് മനുവിൻ്റേത് എഴുതാൻ നമ്മൾ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കായി രാജ. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെല്ലുകളിൽ ഡാറ്റ ഫീഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് നിങ്ങൾ ട്യൂട്ടോറിയൽ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇത് ഒരു സെല്ലിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ഫീഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഴുതണം എന്നില്ല. മറിച്ച് ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് എഴുതാനായിട്ട് സാധിക്കുന്നു. ഇനി എഴുതിയ നമ്മളുടെ ഈ ഒരു ലൈൻ അത് ഒന്നിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിനെ ഇവിടെ നിന്ന് ബോൾഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ബി ഉദ്ദേശിക്കുന്നത് ബോൾഡാണ്. അതല്ലെങ്കിൽ നമുക്ക് Ctrl+B എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ഈ ഫംഗ്ഷൻ നമുക്ക് വർക്കിപ്പിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബ്ലാക്ക് കളറാണ് ടെക്സ്റ്റിന് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വൈറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് ആ ഒരു ഫംഗ്ഷനാണ്. ഇനി നമുക്ക് നേരെ മറിച്ച് ബ്ലാക്ക് കളറിൽ വൈറ്റ് കളർ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹൈലൈറ്റഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നമുക്ക് ലഭിക്കും. അതിനുശേഷം നമ്മൾ ഇതിനെ ടോട്ടൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യാം. ഓരോ സെല്ലിൻ്റെയും സെൻറ്ററിലേക്ക് നമ്മൾ മുമ്പേ ഫീഡ് ചെയ്തിട്ടുള്ള ഡാറ്റ അലൈൻ ചെയ്ത് വരുന്നു. അത് അതിനോട് അടുത്തായിട്ട് വരുന്നു. ഇനി നമുക്ക് സെല്ലിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറക്കാനും ഒക്കെ ആയിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള രീതി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഭാഗത്തുള്ള ടെക്സ്റ്റ് എല്ലാം ആ സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസാണ് ഈ ഹോം ടാബിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിൽ നമുക്ക് കളർ ആഡ് ചെയ്യാനും കളർ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എല്ലാ നിലക്കുള്ള കളേഴ്സും നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലൈറ്റായിട്ടുള്ള കളറ് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ നമ്മൾ ഏത് രീതിയിലുള്ള ബോർഡേഴ്സാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ബോർഡർ ഇല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ അൺഡു ചെയ്ത് കാണിക്കാം. ഇവിടെ ബോർഡേഴ്സ് ഇല്ലായിരുന്നു. നമ്മളിവിടെ വെച്ച് ഈ ഒരു ബോർഡർ, ആൾ ബോർഡർ, എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യിപ്പിക്കുന്ന ഒരു ബോർഡർ നമുക്ക് ആവശ്യമാണെങ്കിൽ അതങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവ ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, പലരും ഇത് മാനുവലി ചെയ്യാറില്ല, ഷോർട്ട് കട്ട് വെച്ചുകൊണ്ട് അത്രത്തോളം പരിചിതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസാണ് ഹോം ടാബിനകത്തുള്ളത്. മറ്റുള്ള ഫങ്ഷൻസ് നമുക്ക് മറ്റുള്ള ട്യൂട്ടോറിയലിൽ വളരെ അല്പാൽപമായിട്ട് പരിചയപ്പെട്ടു പോകാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പഠിച്ചത് എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുക. ആ ഓപ്പൺ ചെയ്തതിനെ നമുക്ക് ഒരു ഫയലായിട്ട് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഓഫീസ് ബട്ടണിൽ പോകുന്നു. സേവ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നീട് അത് ഡെസ്ക്ടോപ്പിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട നമുക്ക് ആവശ്യമുള്ള ഏരിയ ഡിസ്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡെസ്ക്ടോപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വർക്ക് ബുക്കിന് ഒരു നെയിം, ഫയൽ നെയിം നമ്മൾ കൊടുക്കുന്നു. ഫയൽ നെയിം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ടെസ്റ്റ്. ഓക്കെ, ദെൻ വി ക്ലിക്ക് ദ സേവ് ബട്ടൺ. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ടെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ ഷീറ്റ് ഓപ്പൺ ആകും. ഒരിക്കലും എക്സൽ എന്നുള്ള ഒരു ബൃഹത്തായ ഒരു വലിയ
സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻ